ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 അക്കൗണ്ടൻസി ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ജേർണൽ എൻട്രി വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പഠിക്കേണ്ട ജേർണൽ എൻട്രി മാത്രമല്ല നമ്മളിതിൽ എഴുതിയിരിക്കുന്നത്, ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ. ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി ആൻസർ ആയി ചെയ്തിട്ടുണ്ട് എന്നുള്ള വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതിട്ടാ ജേർണൽ എൻട്രിയുടെ മാർക്കിന്. നമുക്ക് ജേർണൽ എൻട്രി എങ്ങനെ പോയാലും 4 മാർക്ക്. ഇപ്പൊ 2 പാഠം നമുക്ക് എക്സാമിനുള്ളൂ, അതുകൊണ്ട് 2 പാഠത്തിൽ നിന്നും ജേർണൽസ് ആയിട്ട് ചോദിച്ചിട്ട് 3 എന്ന് ചോദിക്കാം. അപ്പൊ 6 മാർക്കിനൊക്കെ നമുക്ക് ജേർണൽ എൻട്രി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 6 മാർക്കിനൊക്കെ എത്രത്തോളം പഠിക്കണം എന്ന ഒരു അറിവില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ഈ 2 പാഠം എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറും റിട്ടയർമെന്റ് ഓഫ് എ ഡെത്ത് ഓർ പാർട്ട്ണറുമാണ്. ഈ 2 പാഠത്തിൽ നിന്ന് നിങ്ങൾ ഇത്ര ജേർണൽ എൻട്രി പഠിച്ചാൽ മതി. പിന്നീട് നമുക്ക് ബേസിക് കൺസെപ്റ്റ് ഉണ്ട് പാഠം, അത് ഓണപരീക്ഷയ്ക്കാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതിൽ ജേർണൽ എൻട്രി അധികം അങ്ങോട്ട് ഇല്ല, PNL അപ്രോപ്രിയേഷന്റെ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ജേർണൽ എൻട്രീസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണോ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അപ്പ പഠിക്കാം. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന ചോദ്യം ഫ്രം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്. അഡ്മിഷന്റെ ചാപ്റ്ററിൽ നമുക്ക് 2-3 ജേർണൽ എൻട്രീസ്, 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. റിട്ടയർമെന്റിലെ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിക്കാണ്. മനോജ്, ജിതിൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admit Thomas in for 1/5 share. Thomas bring 1 lakh as share of capital and bring 15,000 ആസ് ക്യാഷ് ആൻഡ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അതായത് ഗുഡ് വില്ലും അതുപോലെ തന്നെ ക്യാപിറ്റലും അയാൾ കൊണ്ടുവന്നു. ഇത്രയും നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് ജേർണൽ എൻട്രി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പാർട്ട്ണർ വരുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നൊരു ജേർണൽ എൻട്രി, ഗുഡ് വിൽ ഓർ പ്രീമിയം കൊണ്ടുവന്നു എന്നുള്ളൊരു ജേർണൽ എൻട്രി. ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ജേർണൽ എൻട്രി ആക്കാം. അതല്ല രണ്ടും സെപ്പറേറ്റ് ആയിട്ട് 2 ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം. ആസ് യുവർ വിഷ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യമെങ്കിൽ അതുപോലെ എഴുതാം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത്രേ കൊണ്ടുവന്നു എന്നുള്ള എൻട്രി. ഇനി നമുക്ക് വേണ്ടത് ഈ കൊണ്ടുവന്നതിൽ ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. സോ അത് ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്ന ഒരു ജേർണൽ എൻട്രിയും കൂടി നമ്മൾ കാണിക്കണം. അങ്ങനെ മൊത്തം 3 അല്ലെങ്കിൽ 2 ജേർണൽ എൻട്രിയാണ് വരിക. ഇനി ഈ ജേർണൽ എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനിൽ പുതുതായിട്ട് കൊണ്ടുവന്ന പ്രീമിയം ഈ ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജേർണൽ എൻട്രി കൂടി വരും. ഇതിൽ നമുക്ക് വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതായത് അവരെ ആ ഒരു പ്രീമിയം എമൗണ്ട് അവരെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വിഡ്രോ ചെയ്തു എന്ന് പറയുകയാണെങ്കിലാണ് ആ ഒരു എൻട്രിയുടെ ആവശ്യമുള്ളൂ. ബേസിക് ആയിട്ട് അറിയേണ്ട 3 ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ എഴുതേണ്ടത്. വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അവർ വീതിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പുതിയൊരു സി കൊണ്ടുവന്ന ഈ ഒരു 15,000 ഈ പ്രീമിയം എമൗണ്ട് എന്നാണ് നമ്മളിതിന് പറയാം. ഈ പ്രീമിയം എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുത്തുല്ലോ. അത് ഏത് റേഷ്യോയിലാണെന്നറിയോ? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പൊ ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഡെബിറ്റ്, ക്രെഡിറ്റ് ആൻഡ് എന്താ പറയുക, അവരുടെ നരേഷൻ, ഇത് 3 മസ്റ്റാണ്. അപ്പൊ നമുക്ക് ഈ ജേർണൽ എൻട്രീസ് എഴുതാം. ആൻസർ വേറൊരു ഇതിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താണ്, അവരെ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ആരാണ് ന്യൂ പാർട്ട്ണർ? നമ്മുടെ ന്യൂ പാർട്ട്ണർ തോമസ് ആണ്. തോമസ് വരുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ് വിൽ കൊണ്ടുവന്നു. ആ ജേർണൽ എൻട്രി ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടി, അതുപോലെ തന്നെ ഗുഡ് വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് വന്നു അല്ലെ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ് കൊണ്ടുവന്നത്? 1 lakh. ടു ആരാണ്? തോമസ് ആണ്. അപ്പൊ തോമസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഞാൻ രണ്ടും ക്ലബ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലബ് ചെയ്യാം. എന്താണ് നമ്മുടെ നരേഷൻ എന്ന് പറയാ? ക്യാഷ് ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർ ആസ് ക്യാപിറ്റൽ. അങ്ങനെ എഴുതാം. ന്യൂ പാർട്ട്ണർ ആസ് ക്യാപിറ്റൽ. ക്യാപിറ്റല് ഒരു പുതിയ പാർട്ട്ണറെ ക്യാപിറ്റലിൽ കൊണ്ടുവന്നു. ഒന്നാമത്തെ ജേർണൽ എൻട്രി കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ജേർണലിന്റെ ഫോർമാറ്റ് വരയ്ക്കാനായിട്ട് ഡേറ്റ് അതുപോലെ തന്നെ പർട്ടിക്കുലേഴ്സ്, റുപ്പീസ്, 2 എമൗണ്ടുകളൊക്കെ വരച്ചോളൂ. ഇനി രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്താണ്? തോമസ് എന്തുകൂടി കൊണ്ടുവന്നിട്ടുണ്ട്? പ്രീമിയം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുഡ് വിൽ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 15,000 റുപ്പീസ് ആണ്. ടു
ഗുഡ് വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ത് വേണം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഗുഡ് വിൽ ഓർ പ്രീമിയം നിങ്ങൾക്ക് എഴുതാം. ഇതിൽ ഏത് ചെയ്താലും കുഴപ്പമില്ല. 15,000 അത് നമ്മൾ എന്താ എഴുതേണ്ടത്? ബ്രോട്ട് ഗുഡ് വിൽ ബൈ ന്യൂ പാർട്ട്ണർ. അത് നിങ്ങൾക്ക് അതേപോലെ തന്നെ ബ്രോട്ട് ഗുഡ് വിൽ ഓർ പ്രീമിയം ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ 1,15,000 ആൻഡ് 1,15,000 ആയിട്ട് നമുക്ക് എഴുതാം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ജേർണൽ എൻട്രി നമുക്ക് വേണ്ടത് ആ ഒരു ഗുഡ് വിൽ എമൗണ്ട് ആര് വീതിച്ചെടുക്കുകയാണ്? നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുകയാണ്. അതിൻ്റെ എൻട്രി എന്താണെന്ന് വെച്ചാൽ ഗുഡ് വിൽ ഓർ പ്രീമിയം അക്കൗണ്ട് എറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഗുഡ് വിൽ ഓർ പ്രീമിയം ഏതാണോ നിങ്ങൾ എഴുതിയത് അത് കേട്ടോ. ഗുഡ് വിൽ ഓർ പ്രീമിയം അക്കൗണ്ട് എറ്റർ 15,000 ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ആരൊക്കെയാണ്? മനോജ്, ജിതിന്. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട്. മനോജ് ക്യാപിറ്റൽ ആൻഡ് ടു ജിതിൻ ക്യാപിറ്റൽ. ഇത് ഏത് റേഷ്യോയിലാണ് നമ്മൾ വിധിച്ചു കൊടുക്കേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം എന്നൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ കേട്ടോ. എന്ത് ചെയ്താൽ മതി? ഈ 3:2 എന്ന് പറഞ്ഞ ഓൾഡ് റേഷ്യോ ആസ് സാക്രിഫൈസിങ് റേഷ്യോ നിങ്ങൾ എടുക്കുക. ആ 3:2 തന്നെ നമുക്ക് അവർക്ക് ആ ഒരു എമൗണ്ട് വിധിച്ചു കൊടുക്കാം. അപ്പോൾ 15,000 നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വിധിച്ചിട്ട് 15,000 ഇൻറ്റു 3/5 ചെയ്താൽ 9,000 ഒരാൾക്ക് വരും, 6,000 അടുത്ത ആൾക്ക് വരും. ഇതിന്റെ നരേഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെന്നാണെന്ന് അറിയാം, നല്ല വൃത്തിയിൽ വേണം ഇതിന്റെ നരേഷൻ എഴുതാൻ. വൃത്തി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സെന്റൻസ് അതേപോലെ വേണം എഴുതാനായിട്ട്. നരേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം: ഗുഡ് വിൽ ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വിൽ ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർ. അവരെന്ത് ചെയ്തു? ക്രെഡിറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടി, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്തു. ഓൾഡ് പാർട്ട്നേഴ്സ് അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ, അതാണ് ഹൈലൈറ്റ്. അതായത് ഏത് റേഷ്യോയിലാണ് അവർ ക്രെഡിറ്റ് ചെയ്തെന്നാണ് എഴുതേണ്ടത്. സാക്രിഫൈസിങ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ ഒരു ജേർണൽ എൻട്രി ആണ് നിങ്ങൾ തെറ്റിക്കാതെ എഴുതേണ്ടത്. ഇതിൻ്റെ നരേഷൻ നല്ല പോലെ എഴുതണം. നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഗുഡ് വിൽ ഓർ പ്രീമിയം അക്കൗണ്ട് എറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് സെപ്പറേറ്റ് ചെയ്തുപോലെ വീതിച്ച് കൊടുക്കാം. ഇനി ക്വസ്റ്റ്യനിൽ പറയാത്തൊരു കാര്യം കൂടി ഞാനിതിൽ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു എമൗണ്ട് സാക്രിഫൈസിങ് പാർട്ട്ണർ വീതിച്ചെടുത്ത ഈ ഒരു എമൗണ്ട് ഈ ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്യണതിൻ്റെ ആ ഒരു എൻട്രി എഴുതുക. അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ക്യാഷ് എന്നാണ്. അതായത് ഇപ്പോൾ മനോജ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ജിതിൻ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം എന്നാണ് പറയുന്നത്. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഈ 9,000 അതുപോലെ തന്നെ 6,000 15,000 ആയിട്ട് എഴുതണം. ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ വായിച്ച ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഓൾഡ് പാർട്ട്നേഴ്സ് ആ ഒരു എമൗണ്ട് ഗുഡ് വിൽ എന്ന് പറഞ്ഞ എമൗണ്ട് അവർ വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു 4ാമത്തെ എൻട്രി വേണ്ടി വരും. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഈ 3 എൻട്രി എഴുതിയാൽ മതി കേട്ടോ. ക്യാപിറ്റൽ കൊണ്ടുവന്നു, പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് റേഷ്യോയിൽ വീതിച്ചെടുത്തു. ഇതൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറയില്ല. അതായത് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയില്ല ഇതൊക്കെ ഈ ജേർണൽ എൻട്രി ഒക്കെയാണ് എഴുതുന്നതെന്ന് പറയില്ല. എത്രേ പറയുള്ളൂ? ഗുഡ് വില്ലും കൊണ്ടുവന്ന് ക്യാപിറ്റലും കൊണ്ടുവന്നു മാത്രമല്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രി, ഗുഡ് വില്ല് കൊണ്ടുവന്ന എൻട്രി, അത് അവർ വീതിച്ചെടുക്കുന്ന എൻട്രി, ഇനി വിഡ്രോ ചെയ്തെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി. അങ്ങനെ 4 എൻട്രീസ് നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ജേർണൽ എൻട്രിയിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: ജിത്തു, മുത്തു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admit Ritu as a new partner. On the date, there was a balance of ₹40,000 as reserve and debit balance of ₹20,000 as പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും റിസർവുമായിട്ട് നമുക്ക് 2 എമൗണ്ട് കിടക്കുന്നുണ്ട്. ഈ 2 എമൗണ്ട് വിധിക്കുന്ന ജേർണൽ എൻട്രിയാണ് എഴുതാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷനും റിട്ടയർമെന്റും ഉണ്ട്, 2 ഭാഗമുണ്ട് അല്ലേ. അഡ്മിഷന്റെ ടൈമിൽ റിസർവ് അതുപോലെ തന്നെ P&L അക്കൗണ്ട് അഡ്മിഷന്റെ സമയത്ത് ആർക്ക് മാത്രം കൊടുക്കാൻ പാടുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അഡ്മിഷന്റെ ടൈം നന്നായി ശ്രദ്ധിക്കുക. അഡ്മിഷന്റെ ടൈമിലാണ് ചോദ്യമെങ്കിൽ അതങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ അഡ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും.
അഡ്മിഷന്റെ സമയത്ത് റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയില് വീതിച്ചെടുക്കുന്നു. ആ ജേർണൽ എൻട്രി ആണ് വേണ്ടത്. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ P&L അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ് എങ്കിൽ അത് ലോസ് ആണ്. ലോസ് എന്ന് പറയുമ്പോൾ നഷ്ടം. ക്രെഡിറ്റ് ആണ് എങ്കിൽ ഇപ്പൊ ക്രെഡിറ്റ് എന്നോ അല്ലെങ്കിൽ CR തരികയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണെന്നാണ് അർത്ഥം. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓക്കെ, ഇത് ജേർണൽ എൻട്രി നമുക്ക് എഴുതാം. രണ്ടെണ്ണം ഉണ്ട് ഇതിൽ ജേർണൽ എൻട്രി. രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ റിസർവ് വീതിച്ചെടുക്കുന്ന ജേർണൽ എൻട്രിയും അതേപോലെ തന്നെ ഡെബിറ്റ് അതായത് ലോസ് വീതിച്ചെടുക്കുന്നതും. റിസർവ് നമ്മൾ വീതിച്ചെടുക്കുക. റിസർവിന്റെ എമൗണ്ട് എത്രയാണ്? 40,000 rupees ആണ്. അപ്പൊ നമ്മൾ റിസർവ് വീതിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ ജേർണൽ എൻട്രി, ഫസ്റ്റ് ജേർണൽ എൻട്രി റിസർവ് വീതിക്കുമ്പോൾ ഞാനിവിടെ റിസർവ് എന്ന് കൊടുക്കുന്നുണ്ട്. റിസർവ് ഓഫ് rupees 40,000 rupees. ഈ 40,000 rupees അവരെങ്ങനെയാണ് വീതിച്ചെടുക്കുക? നമ്മുടെ എൻട്രി ഇത്രയാണ്. റിസർവ് എന്ന് പറയുന്നത് അവർക്കൊരു പ്രോഫിറ്റ് പോലെ ക്രെഡിറ്റ് സൈഡിൽ പോകേണ്ടതായിട്ടാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ആരാണ്? ജിത്തു ആൻഡ് മുത്തു. അപ്പൊ നമ്മൾ റിസർവ് അക്കൗണ്ട് അറ്റ്, ഇതിപ്പോ ജനറൽ റിസർവ് ആണെങ്കിലോ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് 40,000 ടു ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം. കാരണം അഡ്മിഷന്റെ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം നമ്മളത് കൊടുക്കാൻ പാടുള്ളൂ. ജിത്തൂസ് ക്യാപിറ്റൽ ടു മുത്തൂസ് ക്യാപിറ്റൽ. റിട്ടയർമെന്റ് സമയത്താണ് എങ്കിൽ എല്ലാവർക്കും കൊടുക്കാം. നിങ്ങൾക്കൊരു സംശയം വേണ്ട. കാരണം റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇത് 3:2 തന്നെയായിട്ട് റേഷ്യോ. റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, എല്ലാ പാർട്ട്നേഴ്സും ഒരേപോലെ വർക്ക് ചെയ്തിരുന്നതാണ്. ആ ടൈമിലാണ് ഒരാൾ അവിടെ നിന്ന് നമ്മളിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പൊ 24,000 വരും ഒരാൾക്ക്. അതുപോലെ തന്നെ 3/2 ചെയ്താൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നാൽ 16,000 എമൗണ്ട് വരും. നരേഷൻ എഴുതണം. നരേഷൻ എന്താണ് നമ്മൾ എഴുതാം? നരേഷൻ നമ്മൾ എഴുതേണ്ടത് റിസർവ് ക്രെഡിറ്റഡ് ടു എന്ന് എഴുതിക്കോളൂ കേട്ടോ. റിസർവ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഓൾഡ് റേഷ്യോ. അങ്ങനെ തന്നെ എഴുതാം. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഓൾഡ് റേഷ്യോ. ഇങ്ങനെ തന്നെ നമ്മൾ എഴുതാം കേട്ടോ. ഇപ്പോഴാണ് ഒന്നാമത്തെ ജേർണൽ എൻട്രി കഴിഞ്ഞിട്ടുള്ളത് റിസർവിന്റെ. ഇനി സെയിം നമുക്ക് അപ്പം തന്നെ നമ്മൾ അടുത്ത ആളുടെയും പഠിക്കാം. രണ്ടാമത്തെ ആൾ ആരായിരുന്നു? P&L, accumulated P&L debit. P&L debit എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. എത്രയാണ് നമ്മുടെ P&Lന്റെ എമൗണ്ട്? 20,000 rupees ആണ്. 20,000 rupees ആണ്. ഇതെന്താ ചെയ്യേണ്ടത്? നഷ്ടമാണ് അല്ലെ? നഷ്ടമാണ്. പാർട്ട്നേഴ്സിന് ഒരു ലാഭമല്ല. അപ്പൊ പാർട്ട്നേഴ്സിന് ഡെബിറ്റ് കൊടുക്കുക. ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു P&L അക്കൗണ്ട്, ടു P&L അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതിക്കോളൂ കേട്ടോ. P&L അക്കൗണ്ട് 20,000. ഇതും നമ്മൾ ഏത് റേഷ്യോയിലാണ്? അവരുടെ ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ പറഞ്ഞാൽ 3:2 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3:2 എന്നുള്ളത്. ഇതും നമ്മൾ 3:2 തന്നെയാണ് നമ്മൾ വിധിച്ചു കൊടുക്കുക. അപ്പൊ 3:2 നമ്മൾ വിധിച്ചു കൊടുക്കുമ്പോൾ എത്രയാണ് നമുക്ക് എമൗണ്ട് വരെ? 20,000 ഇൻറ്റു 3/5 ചെയ്യുമ്പോൾ ഇവർക്ക് 12,000 കിട്ടും, 8,000 കിട്ടും. നമ്മൾ എന്താ നരേഷൻ ഏതാ? അക്യൂമുലേറ്റഡ് ലോസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. അങ്ങനെ തന്നെ എഴുതാം. അക്യുമുലേറ്റഡ് ലോസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് അറ്റ് ദെയർ ഓൾഡ് റേഷ്യോ. അങ്ങനെ എഴുതണം. ഓൾഡ് റേഷ്യോ ആണോ സാക്രിഫൈസിങ് റേഷ്യോ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. സാക്രിഫൈസിങ് റേഷ്യോ ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ആ നരേഷനിലെ അറ്റ് ദെയർ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് എഴുതാം. ഓൾഡ് റേഷ്യോ ആണെങ്കിൽ അറ്റ് ദെയർ ഓൾഡ് റേഷ്യോ എന്ന് എഴുതാം. ഇത് ലോസ് ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ ഇതേപോലെ റിസർവിന്റെ സെയിം എൻട്രി ആണ് വരിക. ഇവിടെ പ്രോഫിറ്റ് എന്ന് ആക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്കിയിട്ട് ഇതുപോലെ വരും. ഇത് അഡ്മിഷന്റെ സമയത്തുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, അടുത്തതും ഈ പാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, പാസ് ദ ഫോളോയിങ് ജേർണൽസ്. Plant and machinery depreciated, provision created, increased, creditors were unrecorded to the extent of ₹1,000. ഇതൊക്കെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഇതൊക്കെ മാറ്റുകയാണ്. അതിന്റെ ജേർണൽ എൻട്രി ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റീവാലുവേഷന്റെ അക്കൗണ്ട് നമുക്ക് അറിയണം. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഒരേ ഒരു എമൗണ്ട് കോളം വരയ്ക്കുന്നു. അസറ്റിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ്, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ്, ലൈബിലിറ്റി കുറഞ്ഞാൽ ക്രെഡിറ്റ്, ലൈബിലിറ്റി കൂടിയാലേ ഡെബിറ്റ്. നമ്മളിത് എങ്ങനെയാണ് കൂടി കുറഞ്ഞെന്ന് അറിയാം. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞ, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതാം അല്ലെ. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പ്ലാൻ പ്രൊവിഷൻ ഇൻക്രീസ്ഡ്, പ്രൊവിഷൻ കൂടി, ലൈബിലിറ്റി കൂടി. അപ്പൊ നമ്മൾ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ക്രെഡിറ്റേഴ്സ് അൺറെക്കോർഡഡ് ടു ദ നെക്സ്റ്റ്. അഗെയിൻ എന്താണ്? എഴുതിയിട്ടില്ല, അൺറെക്കോർഡഡ്. നമ്മുടെ ലൈബിലിറ്റി കൂടി, അതായത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് കൂടി.
ഓക്കെ. ഇതിന്റെ ജേണൽ എൻട്രി നമുക്ക് എങ്ങനെ എഴുതാം? ഓരോന്നിന്റെയും ജേണൽ എൻട്രി എഴുതാണ്. ജേണൽ എൻട്രി വിത്ത് റെഫറൻസ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പൊ നമ്മൾ മിസ് ഇങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ജേണൽ എൻട്രി പഠിക്കണം കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ജേണൽ എൻട്രി അത് എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാൻ, അതായത് പ്രോബ്ലം ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റും. ഫസ്റ്റ് അത് എന്താ പറഞ്ഞത്? പ്ലാന്റ് ആൻഡ് മെഷീനറി റിഡ്യൂസ് ചെയ്തു, ഡെബിറ്റ് ആണ് ചെയ്യാൻ. അപ്പൊ എന്താ നമ്മുടെ എന്ത് വരിക? റീവാലുവേഷൻ ഡെബിറ്റ് അല്ലേ കൊടുക്കുക. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്രയാ? ചേഞ്ചസ് എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. എന്നിട്ട് എന്താ പറയണ്ടേ? നരേഷൻ എങ്ങനെ എഴുതാ? ഇതിന്റെ നരേഷൻ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെ എടുത്തിരിക്കോ. എന്തെന്ന്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീഷിയേറ്റഡ് അങ്ങനെ എഴുതിക്കോളും, കുഴപ്പമില്ല. രണ്ടാമത്തത് പ്രൊവിഷൻ ഇൻക്രീസ്ഡ്, പ്രൊവിഷൻ കൂടി. എന്താ നമ്മൾക്ക് എൻട്രി വരിക? റീവാലുവേഷൻ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് തന്നെയാണ് ചെയ്യുക. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്ത റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1500 എഴുതി. 1500 എഴുതാം. എന്ത് എഴുതാം? നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റഡ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ലൈബിലിറ്റി ഇൻക്രീസ്ഡ്, ഏത് നരേഷനെ വേണം നമുക്ക് ചൂസ് ചെയ്യാം. അടുത്തത് ക്രെഡിറ്റേഴ്സിനും നമ്മൾ എന്താണ് ചെയ്താൽ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ് കൊടുക്കുക. കാരണം ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു. റിവാലുവേഷൻ അക്കൗണ്ട് അറ്റ് 2000 ടു ക്രെഡിറ്റേഴ്സ് ഏതാണോ കൂടിയത് അത് അവിടെ എഴുതാം. എന്ത് എഴുതണം? ലൈബിലിറ്റി ഇൻക്രീസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അൺറെക്കോർഡഡ് അസറ്റ് അല്ലെങ്കിൽ അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഇൻക്രീസ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എഴുതാൻ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിന്റെ നരേഷനും അതുപോലെ തന്നെ ഇതിന്റെ ജേണൽ എൻട്രിയും ഈസി ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ ഇതും നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 ക്വസ്റ്റ്യൻ ആണ് മിസ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്നത്, അതായത് അഡ്മിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്നത്. നമുക്കിനി റിട്ടയർമെന്റിലെ ചോദ്യത്തിലേക്ക് കടക്കാം. കാരണം അഡ്മിഷനും റിട്ടയർമെന്റും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരില്ല. ആദ്യം കുറച്ച് അഡ്മിഷൻ പഠിച്ചു, പിന്നെ കുറേ കഴിഞ്ഞ് റിട്ടയർമെന്റ് ജേണൽ എൻട്രി പഠിച്ചാൽ കൺഫ്യൂഷൻ വരും. ഒപ്പം പഠിച്ചു പോയിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള അതിന്റെ എന്താണ് ഡിഫറൻറ്റ്, ഇതിൽ എന്താണ് ഡിഫറൻറ്റ് നോക്കാം. എങ്കിലേ നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി കൺഫ്യൂസ് ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ. റിട്ടയർമെന്റിലേക്ക് പോവാണ്. Bindu, Sindhu, Adira are partners in a firm sharing ratio in 2:1. Sindhu retire from the firm. On the date of retirement, goodwill of the firm is valued at 80,000. Bindu, Adira decided to continue the business in the ratio of 1:1. Give journal entry. ഇത്രയേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾ റിട്ടയർമെന്റ് ആണെന്ന് മനസ്സിലാക്കാം. 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ സിന്ധു റിട്ടയർ ആവാണ്. സിന്ധു എന്ന് പറയുന്ന ആളുടെ ഷെയർ ഒന്ന് കണ്ടുവെച്ചു കൊടുക്കുക. അവിടെ 2/5 ആണ് സിന്ധുവിന്റെ ഷെയർ. ഇനി ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഗുഡ്വിൽ ഉണ്ട് 80,000 ഗുഡ്വിൽ. ഫേമിന്റെ ഗുഡ്വിൽ ആണ്, അത് ഫേമിന്റെ ഗുഡ്വിൽ ആണ്. ബിന്ദു ആതിരെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ഇത്ര തന്നിട്ടുള്ളൂ. പിന്നെ അർത്ഥം എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എന്താണെന്നറിയോ? ഇതില് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർ ആരാ? സിന്ധു. സിന്ധുവിന് നമ്മൾ ഈ ഗുഡ്വില് കൊടുക്കണം. അത് ആരാ കൊടുക്കണ്ടേ? ഓൾഡ് പാർട്ട്നേഴ്സ് ആയ ബിന്ദുവും ആതിരയും ചേർന്നിട്ടാണ് സിന്ധുവിന് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഈ 80,000 ആർക്ക് അവകാശപ്പെട്ടതാ? 3 പേർക്ക് ഒരേപോലെ അവകാശപ്പെട്ടത്. അതിൽ സിന്ധു മാത്രമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിന്ധുവിന്റെ ഷെയർ നമ്മൾ ആദ്യം കണ്ടുവെച്ചെടുക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? 18,000 × 2/5 ചെയ്യാം. അപ്പോൾ നമ്മൾ മിസ്സോടെ തൊട്ട് മേലെ എഴുതുന്നുണ്ട് വർക്കിംഗ് നോട്ടിൽ എഴുതുന്നുണ്ട് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ ഈക്വൽ ടു 18,000 × 2/5 ദാറ്റ് കംസ് ടു ₹32,000. ഇത് 1:1 എന്ന് പറഞ്ഞത് ന്യൂ റേഷ്യോ ആണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സാക്രിഫൈസ് റേഷ്യോയിലാണ് ഗുഡ്വിൽ കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന റേഷ്യോയുടെ പേരാണ് ഗെയിനിങ് റേഷ്യോ. ദ ഗെയിനിങ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ന്യൂ റേഷ്യോ കംസ് ടു 1:1. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ റേഷ്യോയിൽ ആരാണ് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് കൊടുക്കുക? നമ്മുടെ ആതിരയും ബിന്ദുവും കൂടിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ ജേണൽ എൻട്രി എന്താ വരുന്നത്? ഒരു ജേണൽ എൻട്രി 2 മാർക്കിന്റെ ചോദ്യം. 2 മാർക്കിൽ 1 മാർക്ക് ഇതിങ്ങനെ കണ്ടുവെച്ച് കൊടുക്കണേന്. റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്തുള്ള ഗുഡ്വിൽ എത്രയാണ്, അതിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് കൊടുക്കുന്നതും അവർ ഏത് റേഷ്യോയിൽ പിരിച്ചെടുക്കുന്നു എന്നുള്ളതും കണ്ടുപിടിച്ച് വെക്കുന്നതിനാണ് 1 മാർക്ക്. നമ്മുടെ ജേണൽ എൻട്രി എത്രയാണ് വരിക? നമ്മൾ ഏത് പാർട്ട്ണർ ആണ് പോകുന്നത്? റിട്ടയർ ചെയ്ത് പോകുന്നത് ഏത് പാർട്ട്ണറാണ്? നമ്മുടെ സിന്ധു ആണ് അല്ലെ. സിന്ധുവിനെ അപ്പൊ റിട്ടയർ ചെയ്ത് പോകുന്നത് ആരാണോ ആ പാർട്ട്ണറുടെ പേര് നമ്മൾ എഴുതാം. അതായത് 2 ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. 2 സിന്ധൂസ് ക്യാപിറ്റൽ. കാരണം സിന്ധുവിന്റെ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുക. എത്ര രൂപ കൊടുക്കണം? സിന്ധുവിന് 32,000 കൊടുക്കണം. ഇത് ആരൊക്കെ ചേർന്നിട്ടാണ് കൊടുക്കണ്ടേ? ബിന്ദുസ് ക്യാപിറ്റൽ ഡെപ്റ്റ്, അതായത് ഡെബിറ്റ് കൊടുക്കേണ്ടത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിനാണ്. അതേപോലെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് റിട്ടയറിംഗ് പാർട്ട്ണർ ആണ്. അപ്പൊ ആതിരേസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിന്ദുസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ 32,000 ഇവർ ഏത് റേഷ്യോയിലാണ് കൊടുക്കുക? 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഇവർ 2 പേരും കൂടിയിട്ട് കൊടുക്കുക. ഈ 1:1 എവിടുന്ന വന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 16,000 ഒരാൾക്ക് വരും, ഒരാൾക്ക് 16,000 വരും. ഈ റേഷ്യോനെ നമ്മൾ ഗെയിനിങ് റേഷ്യോ എന്ന് വിളിക്കും. ബിക്കോസ് സാക്രിഫൈസിങ് റേഷ്യോ അവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് റേഷ്യോ ആണ്?
ഗെയിനിങ് റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതാം? സിന്ധൂസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. നരേഷനാണ് കേട്ടോ. സിന്ധൂസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അതായത് സിന്ധുവിന്റെ ഷെയർ എത്രയാണോ അതാരാണ്? സിന്ധു ഷെയർ ഓഫ് ഗുഡ് വിൽ ക്രെഡിറ്റഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത്ര മാത്രം എഴുതിയാൽ മതി. ന്യൂ റേഷ്യോയിലാണ് അവർ കൊടുക്കണം എന്നുള്ളത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണിക്കാം. ഇതിനാണ് 2 മാർക്ക്. ഇവിടെ എന്താ റിട്ടയർമെന്റ് വന്നപ്പോൾ ഉണ്ടായത്? പുതിയ പാർട്ട്ണറൊന്നും പഴയ പാർട്ട്ണറൊന്നും ഇല്ല, എല്ലാവരും ഉണ്ട്. അതിൽ ഒരാൾ പോവുകയാണ്. ആ പോണ ആൾക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് കണ്ടുപിടിച്ചു. അത് പഴയ പാർട്ട്നേഴ്സ് തമ്മിലെ ഗെയിനിങ് റേഷ്യോയിലെ കണ്ടുപിടിച്ചു, വീതിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ജേണൽ എൻട്രി പഠിക്കാം. ഇത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്ണർ എന്നാണ്. ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസത്തിലേക്ക് നടക്കാം. അടുത്ത ചോദ്യം, രാജൻ, രജീഷ് ആൻഡ് റെനിൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. രാജൻ റിട്ടയർ ഫ്രം ദി ബിസിനസ് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. ബാലൻസ് ഷീറ്റ് ഷോസ് 36,000 ആസ് ജനറൽ റിസർവ്. PRL അക്കൗണ്ട് ക്രെഡിറ്റ് ആസ് ₹12,000. ഇത് റിട്ടയർമെന്റിന്റെ ചോദ്യമാണ്. റിട്ടയർമെന്റിന്റെ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് പറഞ്ഞിരുന്നു, റിട്ടയർമെന്റിന്റെ സമയത്ത് റിസർവുകളും P&Lകളും എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം. ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കണം. അഡ്മിഷന്റെ സമയത്തോ പഴയ പാർട്ട്നേഴ്സിന് മാത്രം കൊടുത്താൽ മതി. അത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് കൊടുക്കുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ റേഷ്യോ തന്നിട്ടില്ല എങ്കിൽ 1:1:1 ഈക്വലി ഷെയർ ചെയ്യുക. റിസർവ് തന്നിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണത്? പ്രോഫിറ്റ് ആണ്. അപ്പൊ രണ്ടിനും ഒരേ ആസ്പെക്ട് ആണ്. കമ്പെയിൻ ചെയ്ത് എഴുതേണ്ടവർക്ക് എഴുതാം, അല്ലെങ്കിൽ കമ്പെയിൻ ചെയ്ത് എഴുതേണ്ടവർക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അങ്ങനെ എഴുതണ്ട. അപ്പൊ എങ്ങനെയാണ് എഴുതാന്ന് മിസ് കാണിച്ചു തരാം. നമുക്ക് റിട്ടയർമെന്റ് സമയത്തുള്ള റിസർവ് എങ്ങനെ വിധിച്ചു കൊടുക്കുക? റിട്ടയർമെന്റ് സമയത്ത് റിസർവ് ഓഫ് ₹36,000 ആണ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് 3 പാർട്ട്നേഴ്സിനും കൊടുക്കണം. അപ്പൊ റിസർവ് അക്കൗണ്ട് അറ്റ് ജനറൽ റിസർവ് ആണെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് 36,000 ടു 3 പാർട്ട്നേഴ്സ് ആണ്. രാജൻസ് ക്യാപിറ്റൽ, രാജന് കൊടുക്കണം. രജീഷ് ക്യാപിറ്റൽ രജീഷിന് കൊടുക്കണം. അതേപോലെ തന്നെ ടു റെനിൽസ് ക്യാപിറ്റൽ, റെനിലിനും കൊടുക്കണം. റെനിൽസ് ക്യാപിറ്റൽ ഏത് റേഷ്യോയിൽ? അവരുടെ ഓൾഡ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1:1:1. അപ്പൊ 36,000 നമ്മൾ കൊടുക്കുമ്പോൾ 12,000 വരും. 3 പേർക്കും 12,000 വരും. 24 and 36. എന്താണ് നരേഷൻ എഴുതുന്നത്? ഇത്രയേ ഉള്ളൂ. റിസർവ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് അതേപോലെ നരേഷൻ എഴുതാം. ഓക്കെ. ഇനി P&L അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു P&L അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രോഫിറ്റ് ആണ്. എമൗണ്ട് ₹12,000 ആണ്. ഇത് നമ്മൾ എങ്ങനെ എഴുതാം? പ്രോഫിറ്റ് അല്ലേ? അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് P&L അക്കൗണ്ടിനെ ഡെബിറ്റ് കൊടുക്കുക. സെയിം ആസ് രാജൻസ് ക്യാപിറ്റൽ 3 പേർക്കും കൊടുക്കുക. എമൗണ്ട് 12,000 ആണ് 3 പേർക്കും. അപ്പൊ രാജൻസ് ക്യാപിറ്റല് എത്ര പേരുണ്ടോ റിട്ടയർമെന്റ് സമയത്ത് എത്ര പേരുണ്ടോ അവർക്കൊക്കെ വിധിച്ചു കൊടുക്കുക. അഡ്മിഷന്റെ സമയത്തോ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അഡ്മിഷന്റെ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം. റിട്ടയർമെന്റ് സമയത്ത് എന്ത് ചെയ്യുക? എല്ലാ പാർട്ട്നേഴ്സിനും. അതിങ്ങനെ തലയിൽ കയറ്റിച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു നരേഷൻ എഴുതി വയ്ക്കുക. എന്താണ് നരേഷൻ? പ്രോഫിറ്റ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സും ചേർന്ന് പ്രോഫിറ്റ് ഷെയർ ചെയ്തു. ഓക്കെ. ഇനി ലാസ്റ്റ് ചോദ്യമാണ്. റിട്ടയർമെന്റിന്റെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതിയാവും. അതായത് ഇത് റയർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. ABC പാർട്ട്നേഴ്സ് ആണ്. A ആണ് റിട്ടയർ ചെയ്യുന്നത്. ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ₹60,000 ഡ്യൂ ടു ഹിം. ഗീവ് ജേർണൽ ഇഫ് cash paid in full, whole amount treated as loan, partly cash and partly loan, and for payment of installment. ഇത് ഓരോ ജേർണൽ നിങ്ങൾ അതേപോലെ കാണാപ്പാഠം പഠിക്കാം. ക്യാഷ് പെയ്ഡ് ഇൻ ഫുൾ ആർക്കാണ് ക്യാഷ് കൊടുക്കുന്നത്? 60,000 രൂപ കൊടുക്കാനുണ്ട് എനിക്ക്. അപ്പൊ ക്യാഷ് മുഴുവനായിട്ട് പെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രി എന്താ വരാന്നറിയോ? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ആയിട്ട് ക്യാഷ്. നമ്മൾ എന്ത് ക്യാഷ് പോയി. അപ്പൊ നമ്മുടെ എൻട്രി എന്താ? ആസ് ക്യാപിറ്റൽ. ആസിൽ നമുക്ക് ക്യാഷ് കൊടുത്തു. ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് 60,000 ടു ക്യാഷ് 60,000. അത്രയേ ഉള്ളൂ. അതായത് അയാൾക്ക് കൊടുക്കാനുള്ള കാശ് നമ്മൾ മുഴുവൻ കൊടുത്തു. ഇനി അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറായി. വോൾ എമൗണ്ട് ട്രീറ്റഡ് ആസ് ലോൺ, അതായത് കംപ്ലീറ്റ് നമ്മൾ ലോൺ ആയിട്ടാണ് കൊടുക്കണം, അല്ലാണ്ട് കാശായിട്ട് കൊടുക്കാനില്ല. അപ്പം നമ്മൾ ഈ ക്യാഷിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ ലോൺ എന്ന് ചെയ്താൽ ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ആസ് ലോൺ. അതായത് എന്താ ലോണായിട്ട് നമ്മൾ കൊടുക്കുന്നത്, നമുക്ക് ക്യാഷ് കൊടുക്കാനില്ല. അപ്പം 60,000 നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം ക്യാഷ് ആയിട്ട് കൊടുക്കാനുണ്ട് എങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, ലോൺ ആയിട്ട് കൊടുക്കാനുണ്ട് എങ്കിൽ ലോൺ എന്ന് പറഞ്ഞിട്ട്. നരേഷൻ എന്തായിരിക്കും? സെയിം ക്വസ്റ്റ്യൻ തന്നെ നരേഷനാണ്. ഇനി പാർട്ട്ലി ബൈ ക്യാഷ് ആൻഡ് പാർട്ട്ലി ആസ് ലോൺ.
പാർട്ട്ലി ക്യാഷ് ആയിട്ടും പാർട്ട്ലി ലോൺ ആയിട്ടും കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ നമുക്കൊരു ജേണൽ അവിടെ കൂടി. പാർട്ട്ലി ക്യാഷ് എന്തായാലും ആർക്കാണ് കൊടുക്കേണ്ടത്? എക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര രൂപ കൊടുക്കണം? എക്ക് 60,000 രൂപ കൊടുക്കണം. പാർട്ട്ലി ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ 2 ക്യാഷ് പാർട്ട്ലി ബൈ ലോൺ. അപ്പൊ 2 ലോൺ അക്കൗണ്ട്, അതായത് കുറച്ച് പകുതി നമ്മൾ പൈസ ആയിട്ടും കൊടുത്തു, പകുതി നമ്മൾ ലോൺ ആയിട്ടും കൊടുത്തു. അപ്പൊ 60,000 പകുതി എത്രയാ? 30,000 ക്യാഷ് ആയിട്ടും കൊടുത്തു, ബാക്കി 30,000 ലോൺ ആയിട്ടും കൊടുത്തു. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി കഴിഞ്ഞു. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആസ് ഇൻസ്റ്റാൾമെന്റ് ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ആസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതായത് ഓരോ ഇൻസ്റ്റാൾമെന്റ് വഴിയാണ് എങ്കിൽ ടു ക്യാഷ്. ഇവിടെ എമൗണ്ട് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആയി എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എഴുതിയാൽ മതി. ഏത് ഇൻസ്റ്റാൾമെന്റിലാണ് എത്ര ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ അപ്പൊ ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ വന്നാൽ ഈ 4 ജേണൽ എൻട്രി ഇത് എളുപ്പമല്ലേ? ഈ 4ാമത്തെ ജേണൽ എൻട്രി ഒക്കെ. കാരണം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് പോയി. എക്ക് ക്യാഷ് കൊടുത്തില്ല എങ്കിൽ നമ്മൾ ലോൺ ആയിട്ട് കൊടുത്തു. രണ്ടും പപ്പാതി ഇരിക്കുകയാണെങ്കിൽ ഇത് രണ്ടും പപ്പാതി ഇടിച്ചിട്ട് നമ്മളിവിടെ എഴുതി. ഇനി ഇൻസ്റ്റാൾമെന്റ് ബേസിലാണെങ്കിൽ ക്യാപിറ്റലിലേക്ക് ക്യാഷ് പോകില്ല, ലോണിലേക്കാണ് ക്യാഷ് പോകുള്ളൂ. ലോൺ വഴി ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഈ റിട്ടയർമെന്റിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിലും റീവാലുവേഷൻ വരാം. റീവാലുവേഷൻ സെയിം ജേണൽ എൻട്രി തന്നെയാണ് വരാം, അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ എല്ലാ ജേണൽസും നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് അഡ്മിഷൻ, ഓൺ ദ ബേസിസ് ഓഫ് റിവാലുവേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞു. ഇത്രയും ജേണൽ എൻട്രി മതി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ജേണൽ എൻട്രീസ് ശ്രദ്ധിച്ച് വായിച്ച് അഡ്മിഷൻ ആണോ റിട്ടയർമെന്റ് ആണോ നോക്കിയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.